ഇറാനിലെ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾ വ്യാപകമാവുകയും സുരക്ഷാ സേന പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴും രക്ഷിക്കാൻ താൻ വരുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു ട്രംപ്. പിന്നാലെയാണ് ഇറാൻ അടുത്തേക്ക് US നാവികസേനയുടെ എത്തിച്ചേരൽ. ലക്ഷ്യം ഖാംനെയിയാണോ? ജൂണിലെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന് മുൻപ് അമേരിക്ക ഇറാനെ നേരിട്ട് ആക്രമിച്ചിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ ഒരു ഓപ്പറേഷൻ വിജയകരമായി നടത്തുന്നതിന് ആവശ്യമായ സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും വികസിപ്പിക്കുന്നതിന് തന്നെ അമേരിക്കയ്ക്ക് വർഷങ്ങളോളം ചെലവഴിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ പ്രതിഷേധക്കാരെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ആക്രമണത്തിനൊരുങ്ങുന്നതിന് പിന്നിൽ മറ്റ് പല ലക്ഷ്യങ്ങളും ടാർഗറ്റുമാണ് അമേരിക്കയ്ക്കുള്ളതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. USS എബ്രഹാം ലിങ്കൺ മേഖലയിൽ എത്തുന്നതോടെ ട്രംപിന് ഒന്നല്ല, അതിൽ കൂടുതൽ ഓപ്ഷനുകളായിരിക്കും മുന്നിലുണ്ടാവുക. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ പോലുള്ള പരമ്പരാഗത ടാർഗറ്റുകളായിരിക്കും പ്രധാന ലക്ഷ്യം. പ്രതിഷേധക്കാരെ യഥാർത്ഥത്തിൽ സഹായിക്കില്ലെങ്കിലും ട്രംപിന് നേരെ ആരോപണങ്ങൾ ഉയരാതിരിക്കാൻ ഇത് മറയാകും. ഭരണമാറ്റമാണ് US ലക്ഷ്യമിടുന്ന മറ്റൊരു നിർണായകമായ കാര്യം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ ഭരണത്തിനെതിരെ രാജ്യത്തിനുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമാണ്. ഖാംനെയെ നീക്കം ചെയ്യണമെന്ന് പ്രതിഷേധക്കാരും ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ ഒരു തവണ മാത്രമേ സക്സഷൻ ഉണ്ടായിട്ടുള്ളൂ. ഖാംനെയ്ക്ക് ഏകകണ്ഠമായി പിൻഗാമിയില്ല. അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നത് അധികാരശൂന്യത സൃഷ്ടിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനാകില്ലെന്ന് നിരീക്ഷകരും പറയുന്നു.